പാരമ്പര്യത്തിന്റെ പാത മറക്കരുത്. സ്നേഹമാകണം മുസ്ലിം ലീഗിന്റെ കരുത്ത്. നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഈ കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം അടയാളപ്പെടുത്തപ്പെടുന്നത് അതിന്റെ സഹിഷ്ണുതയും പക്വതയാർന്ന നിലപാടുകളും കൊണ്ടുമാണ്. ഈ CH മുഹമ്മദ് കോയയെ പോലുള്ള മഹാരഥന്മാരായ നേതാക്കൾ തെളിച്ച ആ പാത എല്ലാ മതവിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ളതായിരുന്നു. ഇന്നും മുസ്ലിം ലീഗിനെ ഇതര മതസ്ഥർ ബഹുമാനത്തോടെ കാണുന്നുണ്ടെങ്കിൽ അതിന് കാരണം PK കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള നേതാക്കൾ കാത്തുസൂക്ഷിക്കുന്ന ആ സൗമ്യതയും സ്നേഹവുമാണ്. എന്നാൽ നിർഭാഗ്യവശാല് ഇന്ന് യുവതലമുറയ്ക്കിടയിൽ ഉയർന്നു വരുന്ന ചില മുദ്രാവാക്യങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ അന്തസ്സിന് കോട്ടം വരുത്തുന്നതാണ് എന്ന് പറയാതെ കഴിയില്ല. ഈ കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ നടന്ന യൂത്ത് ലീഗ് റാലിയിൽ ഉയർന്ന അധിക്ഷേപകരമായ വാക്കുകൾ ഈ കേരളീയ പൊതുസമൂഹം അർഹിക്കുന്ന ഒന്നേയല്ല. കേരള മണ്ണിലെ നിയമങ്ങൾ ലീഗ് പറയും. ഇത്തരം പ്രവണതകളൊക്കെ ആർക്ക് വേണ്ടിയാണ് ഗുണം ചെയ്യുന്നത്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ മതമാണ് പ്രശ്നം എന്ന് മുസ്ലിം സമുദായത്തിൽ നിന്ന് നഷ്ടപ്പെട്ടവ പിടിച്ചു വാങ്ങാനാണ് ഈ 10 വർഷത്തെ കാത്തിരിപ്പെന്നും ഒക്കെ പ്രസംഗിക്കുമ്പോൾ അത് കേൾക്കുന്ന അണികൾക്കിടയിൽ ഉണ്ടാകുന്നത് തെറ്റായ ധാരണകളാണ്. ഭരണം വേണമല്ലോ, ഭരണം തിരിച്ചു പിടിക്കാനും ഒരു സംശയക്കാര്യത്തിലില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, ഭരിക്കുന്നത് MLA-മാരുടെയും മന്ത്രിമാരുടെയും എണ്ണം കൂട്ടാൻ മാത്രമായിരിക്കില്ല. നഷ്ടപ്പെട്ടു പോയ 9.5 കൊല്ലത്തിന്റെ ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിച്ച് ആ സമുദായത്തിന് വകവെച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. അവർക്കത് കിട്ടണം. കേരളം പോലെ ഒരു സമുദായം ചോര ചിന്തി നമ്മുടെ പിതാമഹന്മാർ നേടിത്തന്ന അവകാശങ്ങൾ അതവർക്ക് ലഭ്യമാക്കാനുള്ള പോരാട്ടം. മുദ്രാവാക്യം ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ പ്രമുഖരായ നേതാക്കളാരും നേരത്തെ ഒരു കാലത്തും ഉയർത്തിയതായി കേട്ടിട്ടില്ല. അങ്ങനെ മുദ്രാവാക്യമേ ഇപ്പോ വാഫിത്തങ്ങളോ CD സാഹിബോ CH ഒന്നും ഉയർത്തിയ അനുഭവമില്ലാത്ത. തീർച്ചയായും അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനുള്ളത് തന്നെയാണ്. പക്ഷെ അത് മറ്റു മതസ്ഥരെ മുറിപ്പെടുത്തിക്കൊണ്ടാകരുത് എന്നുള്ളതാണ്. ഈ BJP പോലുള്ള കക്ഷികൾ കേരളത്തിൽ ശക്തമായ വേരോട്ടം ഉണ്ടാക്കാത്തതിന്റെ പ്രധാന കാരണം ഇവിടുത്തെ മുസ്ലിം സമുദായം കോൺഗ്രസ് പാരമ്പര്യത്തോടൊപ്പം മതനിരപേക്ഷതയിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള വിശ്വാസ്യതയാണ് ജനങ്ങളുടെ. ആ വിശ്വാസ്യത നിങ്ങൾ തകർക്കരുത്. ഒരു കോൺഗ്രസ്സുകാരൻ തന്റെ സഹപ്രവർത്തകനെ സ്നേഹിക്കുന്നത് പോലെ തന്നെയാണ് മുസ്ലിം ലീഗ് പ്രവർത്തകരെയും കാണുന്നത്. ഈ ഭരണം കൈവരുമ്പോൾ അത് അഹന്തയായിട്ട് മാറരുത്. UDF-ന് വോട്ട് ചെയ്യുന്നവരിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനും ഒക്കെ ഉണ്ട്. അവരുടെ നേതാക്കളെ അധിക്ഷേപിക്കുമ്പോൾ ആ വേദന അവരിൽ മുറിവായിട്ട് തന്നെ മാറും. അത് വോട്ട് ബാങ്കിനെ മാത്രമല്ല, കേരളത്തിന്റെ സാമൂഹിക കെട്ടുറപ്പിനെ തന്നെയാണ് അത് ബാധിക്കുന്നത്. ഈ മുസ്ലിം ലീഗ് നേതാക്കൾക്കും പ്രവർത്തകർക്കും ഈ പാർട്ടി എന്നും അഭിമാനം തന്നെയാവും. മറ്റുള്ളവരുടെ മുന്നിൽ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കാൻ പറ്റുന്നതാണ്. ഈ കുഞ്ഞാലിക്കുട്ടിയും മുൻഗാമികളും കാത്തുസൂക്ഷിച്ച ആ സ്നേഹത്തിന്റെ പാതയിലൂടെ തന്നെ വേണം ഈ പുതിയ തലമുറയും സഞ്ചരിക്കാൻ എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ വിദ്വേഷത്തിന്റെ മുദ്രാവാക്യങ്ങളല്ല, ഐക്യത്തിന്റെ സന്ദേശമാണ് നമുക്ക് നാടിന് ആവശ്യം. നേതാക്കളെ പരുവപ്പെടുത്തേണ്ടത് അത് സ്നേഹത്തിന്റെ മനസ്സിലൂടെ ആകണം, സ്നേഹത്തിന്റെ പാതയിലൂടെ തന്നെ ആവണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക്, കേരളീയം ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.